ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നും നമ്മൾ ബിഗ് ബോസിൻ്റെ റിവ്യൂ ആയിട്ടാണ് കേട്ടോ വന്നേക്കണത്. അപ്പോൾ ഇന്നത്തെ മെയിൻ കണ്ടൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ ബിഗ് ബോസിൽ നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ മോർണിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞൊക്കെ ഉണ്ടല്ലോ. ആദ്യം തന്നെ അവർ മോർണിംഗിലുള്ള ആ ഒരു അലാറം അടിച്ച് കഴിയുമ്പോൾ അവർ ഒരു ഡാൻസ് കളിക്കാറില്ല എല്ലാവരും കൂടി. അതൊക്കെ കഴിഞ്ഞിട്ട് മോർണിംഗ് ആക്ടിവിറ്റീസായിട്ട് ഇന്ന് വന്നേക്കണത് ഓമനപ്പേര്, അതായത് ഓരോരുത്തർക്കും അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ, അതായത് ഓരോരുത്തരും അവർക്ക് കിട്ടുന്ന ആൾക്കാർക്ക് ഇഷ്ടമല്ലാത്തൊരു പേര് കൊടുക്കാമെന്നുള്ളതായിരുന്നു ഓമനപ്പേര് വന്നത്. പക്ഷേ ഈ പ്രാവശ്യം പണി കിട്ടിയത് നമ്മുടെ രേണുസുതിക്ക് തന്നെയാണ് കേട്ടോ. പാവ ഈ ഇരിപ്പിരിക്കണ കണ്ടോ. കാര്യം ഇതിനെ എത്രത്തോളം ആൾക്കാർ ഇതിനെ കുറേയും ട്രോളി കുറേ നെഗറ്റീവ് കമൻറ്റൊക്കെ കിട്ടി. നമുക്ക് സോഷ്യൽ മീഡിയയിൽ എപ്പോഴും കണ്ടുകൊണ്ട് വെറുപ്പിക്കണ ഒരാളാണെന്നുണ്ടെങ്കിലും എനിക്കിത് പേഴ്സണലി കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു സങ്കടം തോന്നിയിട്ടോ. കാരണം പെട്ടെന്ന് അത് കേട്ട് കഴിയുമ്പോൾ ഒരു ഹേർട്ടാവും. എല്ലാവരും ഇങ്ങനെ ഓരോരോ പേരുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷ. അത് പറഞ്ഞത് ഈ അക്ബറാണ് കേട്ടോ. അതായത് പേര് അക്ബർ രേണുസുതിക്ക് കൊടുത്ത പേര് സെപ്റ്റി ടാങ്ക് എന്നാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ പേരിനോട് യോജിക്കുന്നുണ്ടോ? നമുക്ക് പെട്ടെന്ന് കേട്ട് കഴിയുമ്പോൾ ആൾക്കും പെട്ടെന്ന് രേണുസുതി ഒട്ടും പ്രതീക്ഷയില്ല കേട്ടോ ഈ ഒരു പേര് അവൾക്ക് വീഴും എന്നുള്ളത്. ഇന്നത്തെ മെയിൻ ടോപ്പിക്കും കണ്ടൻറ്റൊക്കെ ഇത് തന്നെയായിരുന്നു കേട്ടോ. മെയിൻ വിഷയം ഇത് തന്നെയാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്കൂടെ അവർ കുറേ പാട്ടൊക്കെ പാടലും, അക്ബർ പാട്ട് പാടുന്ന ആളാണല്ലോ. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഈ കുട്ടി മറ്റേ മാർഗഴി തിങ്കളെല്ലാം ഇത് നമ്മൾ ഫേമസ് ആയിട്ട് കേൾക്കാറുണ്ട്. ആൾ ഇങ്ങനെ സൗണ്ടൊക്കെ മാറ്റി പാടണ ആ ഒരു പാട്ട് അതൊക്കെ പാടുമായിരുന്നു. പക്ഷേ ഏറ്റവും ഇതിൽ ഇന്നത്തെ സീനായത് ഈ ഒരു സെപ്റ്റി ടാങ്ക് കേസാണ് കേട്ടോ. രേണുസുതി മറ്റേ കൂടിരിക്കുന്ന കണ്ടസ്റ്റൻസിൻ്റെ അടുത്തൊക്കെ പറയുന്നുണ്ട്, എന്നാലും ഒരാളുടെ മുഖത്ത് നോക്കി എനിക്ക് ആദ്യമായിട്ടാണ് ഇതുപോലത്തെ ഒരു ഓമനപ്പേര്, ഞാൻ ജീവിതത്തിൽ ആരും വിളിച്ചിട്ടില്ല. ബിഗ് ബോസിനോട് നോക്കിയിട്ട് തന്നെ പുള്ളിക്കാരി സങ്കടം പറയുകയാണ്. അതായത് സെപ്റ്റി ടാങ്ക് എന്നുള്ളൊരു പേര് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ആൾക്ക് ഭയങ്കര ഒരു വിഷമമായി. അപ്പോൾ ഇതാണ് ഇന്നത്തെ മെയിൻ കണ്ടൻറ്റായിട്ട് വന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതുണ്ട് അവർ രാവിലത്തെ സെക്ഷനിലിരിക്കുന്നത്. ഞാൻ ഓരോ ഷോർട്സ്, അതായത് ചെറിയ ഷോർട്ടായിട്ട് മാത്രമേ ഇടുന്നുള്ളൂ. കാരണം വീഡിയോസായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. അപ്പം ഇതാണ് കേട്ടോ ഇന്നത്തെ ഒരു കണ്ടൻറ്റ് വന്നേക്കണത്. പിന്നെ ഇവർ രേണുസുതി ഇത് കഴിഞ്ഞ് പിന്നെ എല്ലാവരോടും പോയി ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യണം കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കേൾക്കണത്. എല്ലാവരോടും പോയി പറയാണ്, ഇങ്ങനെ ഒരിക്കലും ഒരാൾ പറയുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് പറയണത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? പാവമല്ലേ? കാര്യം ഇത്രയൊക്കെ നമ്മളും കുറേ, അതായത് രേണുസുതിനെ കുറിച്ച് കുറേ നെഗറ്റീവ്സൊക്കെ തോന്നുന്നുണ്ടെങ്കിലും പെട്ടെന്ന് അങ്ങനെ ആ ഒരു പേര് കേട്ട് കഴിഞ്ഞപ്പോൾ ആകെ ഒരു എന്തോ പോലെ ആയിപ്പോയി. എനിക്ക് അങ്ങനെയായിരുന്നു. പെട്ടെന്ന് നമുക്ക് നമ്മളുടെ സ്ഥാനത്ത് നിന്ന് നമ്മൾ ചിന്തിച്ചാലും അങ്ങനെ കേൾക്കുമ്പോൾ നമുക്കൊരു ബോറായിട്ട് തോന്നില്ല. അതും ഏറ്റവും മോശം വാക്കുകൊണ്ട് തന്നെ ഇത്രയും ഒന്നിലേലും കൊല്ലം സുധിയുടെ വൈഫാണല്ലോ, ആ ഒരു ആദരവ് കൊടുത്തില്ല എന്നാണ് പുള്ളിക്കാരി പറയണത്. ബാക്കി ആർക്കും അങ്ങനത്തെ ഒരു ഇത്രയും ബോറായിട്ടുള്ള പേര് കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ബൈ.